മുറിക്കും. എന്നിട്ട് കാണുന്നത് ഈ കുമിളകളെ ഫോട്ടോ. ഈ ചെറുപ്പക്കാർക്ക് വഹാബി സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ട് കാണാൻ ചൊക്കുള്ള കുറെ പെണ്ണുങ്ങളുടെ ഫോട്ടോകളുടെ യോഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിലെ വഹാബികളിലേ കാണൂ. അതൊന്നും സൗദിയിൽ നടക്കൂല. ഇങ്ങനെ ഒക്കനമ്മാച്ചുമായി നടക്കുന്നത് ജമാഅത്തുകാരുടെ സമ്മേളനത്തിലുണ്ട്. അതല്ലേ കഷ്ടം. ജമാഅത്തുകാരുടെ ആശയസ്രോതസ്സായി കാണുന്നത് മൗദൂദി, അബുല്ലാല മൗദൂദിയുടെ അൽ ഹിജാബ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ സ്വാധീനം അവർ തന്നെ വിവരിക്കുന്നുണ്ട്. ഞാനൊക്കെ വായിച്ച് നീളം പോകും. അബുല്ലാല മൗദൂദിയെ കുറിച്ച് ടി മുഹമ്മദ് എഴുതിയതും IPH പ്രസിദ്ധീകരിച്ചതുമായ ജമാഅത്ത് തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതുമായ കട്ടിയുള്ള പുസ്തകമാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ പർദയെ വിവരിക്കുന്നുണ്ട്, അൽ ജിഹാദിനെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പർദയെ വിവരിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം, ലേശം ഒന്ന് വായിക്കട്ടെ. ഈ പുസ്തകം രചിക്കുന്ന കാലത്ത് രചയിതാവിന്റെ പ്രായം 33 or 34 വയസ്സായിരുന്നു. ഇത് വായിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ലോകോലോക പാഠവും വിശ്വവിജ്ഞാന പാണ്ഡിത്യവും ബോധ്യപ്പെടാതിരിക്കയില്ല. ജനതതികളുടെ പുരോഗമനാധപ്പതന ഹേതുക്കളെ കുറിച്ച വസ്തുനിഷ്ഠമായ ഒരു വിശകലനം അടങ്ങിയിരിക്കുന്നു ഇതിൽ. പാശ്ചാത്യബാധയേറ്റ ഒട്ടേറെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിത തത്വങ്ങളുടെ മഹിമയും യുക്തിദീക്ഷയും ബോധ്യപ്പെടുത്തി എന്നതാണ് അതിന്റെ സവിശേഷത. സ്ത്രീയുടെ വികാരത്തിന് മതം ഒരു പരിധി വെച്ചിട്ടുണ്ട്. അമിതമോ അതിമിതമോ അല്ലാത്ത ആ പരിധി അതിലംഘിച്ചിട്ടുള്ള യാതൊരു സമുദായവും അവസാന വിശകലനത്തിൽ പുരോഗമിക്കുകയില്ല, അധപ്പതിക്കുകയാണ് ഉണ്ടായതെന്ന് ലോകചരിത്ര വസ്തുത. എഴുതിയിട്ട് അവസാനം എഴുതാ പ്രസ്തുത കൃതി അറബി ഭാഷയിലേക്ക് അൽ ഹിജാബ് എന്ന ശീർഷകത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ഞാനും വായിച്ചിട്ടുണ്ട്. അറബിലേക്ക് വിവർത്തനം ചെയ്ത അൽ ഹിജാബ്. മധ്യപൂർവ്വ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കായ അറബികൾ അത് വായിച്ചാസ്വദിച്ചു. പുസ്തകത്തിന്റെ പൊതു സ്വഭാവത്തെയോ മൗലിക വീക്ഷാഗതികളെയോ ഒരു പണ്ഡിതനും എതിർത്തതായി അറിവില്ല. എന്നാൽ അബുല്ലായുടെ ശാഖാപരമായ ചില അഭിപ്രായങ്ങളോട് പ്രഗത്ഭ ഹദീസ് പണ്ഡിതനായ നാസുറുദ്ദീനിൽ അൽബാനിയെ പോലുള്ള ചില മഹാന്മാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജമാഅത്തിലേക്ക് കൊണ്ടുവരണേ. ഉദാഹരണമായി, സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീ ശരീരമാസകലം മറക്കണമെന്നാണ് ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുള്ളത്, അതായത് മൗദൂദി. പ്രസ്തുത നിഗമനത്തിന് ഖുർആനിലോ ശരിയായ സുന്നത്തിലോ തെളിവില്ലെന്നും ഗ്രന്ഥകാരൻ തെളിവായി ഉദ്ധരിച്ച ഹദീസുകൾ ദുർബലങ്ങളാണെന്നും കൈപ്പത്തിയും മുഖവും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളെ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ മറക്കേണ്ടതുള്ളൂവെന്നും അൽബാനി സമർത്ഥിക്കുന്നു. അബുല്ലാലാക്ക് ഈ വിമർശനത്തിന് മറുപടി ഉണ്ടെങ്കിലും നാസുറുദ്ദീന്റെ നിഗമനമാണ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലുള്ള അറേബ്യൻ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. എന്നുവെച്ചാല് ഇവിടെ മൗദൂദി സാഹിബിന് അഭിപ്രായം ഉണ്ടെങ്കിലും ഞങ്ങള് മാതൃകയാക്കുന്നത് ഇഖ്വാനികളെയാണ്. നമ്മുടെ ഈജിപ്തിലെ അബ്ദുൽ നാസർ കൊന്ന ഇഖ്വാനികളെയാണ്. ആ ഇഖ്വാനികൾക്കൊക്കെ അഭിപ്രായമുള്ളത് മുഖവും കയ്യൊക്കെ ഒഴിവാക്കാനാണ്. ശാഖാപരമായ ഇത്തരം പ്രശ്നങ്ങളിൽ പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായം ഉളവാവുക സർവ്വസാധാരണവും സ്വാഭാവികവുമാണ്. സ്വഹാബികൾ തുടങ്ങി ഇന്നുള്ള ആലിമുകൾ വരെ എല്ലാവരിലും അമ്മാതിരി ഭിന്നാഭിപ്രായങ്ങൾ കാണാം. പിന്നെ അങ്ങനെയാണ് വാള. ഇനി പർദ്ദ ലോകത്തുണ്ടാക്കിയ എത്ര ആളുകളെ ഇസ്ലാമാക്കിയാലോ. പർദ്ദ എന്നുള്ള പുസ്തകം വലിയ വലിയ എഴുത്തുകാരെ ഇതൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ടി മുഹമ്മദ് സാഹിബ് ജമാഅത്ത് പ്രസിദ്ധീകരിച്ച അബുല്ലാല മൗദൂദിയുടെ ചരിത്രത്തിൽ പെരുത്ത ആളുകളെ മുസ്ലിമാക്കിയ, ഈ പെരുത്ത ആളുകൾക്ക് ഇസ്ലാം സമ്മാനിച്ച സ്ത്രീകളുടെ കൂത്താട്ടത്തെയും വികാരത്തെയും എതിർക്കുന്ന, അതുകൊണ്ട് ചരിത്രത്തിന് ദോഷമേ വന്നിട്ടുള്ളൂ എന്ന് സമർത്ഥിക്കുന്ന ഒരു ഗ്രന്ഥം ഇന്നുവരെ 100,000 സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന IPH ഇന്നുവരെ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. മലയാളികളെ അനുയായികൾക്ക് അവരിത് നൽകിയിട്ടില്ല. സ്വന്തം അനുയായികൾ അവരിത് പഠിപ്പിച്ചിട്ടില്ല ഇന്ന് വരെ. അൽ ഹിജാബ് എന്ന് വാസ്തവത്തിൽ അവരുടെ അറബിൽ പ്രസിദ്ധീകരിച്ച് ഞാൻ വായിച്ചത് അതാണ്, അൽ ഹിജാബ്. ഈ പർദ എന്ന പുസ്തകം ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല? പ്രസിദ്ധീകരിക്കാത്ത ഈ പുസ്തകം ഇപ്പൊ ഏതോ ഒന്ന് കണ്ടി ചന്ദ്രികയിലറ്റ് ഏതോ ഒരു വേറെ കൂട്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അൽ ഇർഷാദ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കും കൂട്ടരെ, വായിച്ചു നോക്കാൻ അറിയാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ടത്തെ ഉലമാവ് ബീമാരെ പുറത്തിറക്കിയ പോലെ, ഉലമാക്കൾ അവരുടെ ഭാര്യമാരെ പുറത്തിറക്കിയത് പോലെ അനിവാര്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ തന്നെ മുഖവും മുങ്കയും അടക്കം ആസകലം മറിച്ച് കാലിന് സോക്സ് വരെ ഇട്ടിട്ടേ പെണ്ണുങ്ങളെ പുറത്തിറക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നാശമാണ് എന്ന് പ്രസിദ്ധീകരിച്ച ആളാണ്. ആകെ സംസ്കാരം വ്യതിരിക്തമായി നിൽക്കുന്ന ഒരൊറ്റ മേഖലയേ ഉള്ളൂ, മരിച്ചിട്ട് കബറടക്കുന്നിടത്തും മരണക്രിയന്റെ അവിടെയും. മരണക്രിയന്റെ അവിടെ ചെന്നാൽ ഓരോരുത്തന്റെ സംസ്കാരം തിരിയാം. ഇസ്ലാമിക സംസ്കാരവും വേർപെട്ട് നിൽക്കുന്നത് മരണക്രിയകളുടെ ഭാഗത്താണ്. ആ മരണക്രിയകളുടെ ഭാഗത്ത് തന്നെ കോടാലി വെച്ചിട്ട് വെട്ടിയിട്ടാൽ
അല്ലെങ്കിൽ മാന്തി എടുത്തിട്ട് പുറത്തിട്ടാൽ ഇസ്ലാമിക സംസ്കാരത്തെ തീർത്തും ഈ സമൂഹത്തിൽ നിന്ന് അലിയെടുത്ത് പിഴുതെറിയാം എന്ന് ദുഷിച്ച ലാക്കോടുകൂടെ ആരൊക്കെയോ കെട്ടിയുണ്ടാക്കുന്നതാണ് ഈ വഹാബിസത്തിന്റെ ബാന്ധവവും വഹാബിസത്തിന്റെ ഭാണ്ഡവും എന്ന് നമുക്ക് വിലയിരുത്തിയാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. ഞാൻ ഏതെങ്കിലും ഹംഫറിനെ ഉദ്ദേശിച്ച് പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത്തരം ചരിത്ര വായന ഞാൻ നടത്തുന്നില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ അങ്ങനെ നിഗമനം നടത്തിയാൽ, നിരൂപണം നടത്തിയാൽ തെറ്റാന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം മരണേറ്റ് ബന്ധപ്പെട്ടത് വെച്ച് നോക്കിങ്ങൾ എന്തൊക്കെയാ വാദം. ഒന്നാമത്തെ വാദം മരിച്ചോടത്തുനിന്ന് തുടങ്ങണേ. മരിച്ചോടത്ത് നമ്മൾ എന്തൊക്കെ വെക്കും. യുക്തിവാദം വാദിച്ചാൽ അതൊക്കെ പോവും, എല്ലാം പോവും. മരിച്ചോനെ കിബിലേക്ക് തിരിച്ചു നടത്തും. മറ്റേ കടി എന്തിനിത്, എവിടേക്ക് തിരിച്ചു നടത്തുന്നത്, വൈനമാ തുവല്ലോ ഫസമ്മ എവിടെയായാലും അവല്ലേ. എന്നിട്ട് ഈ മരിച്ചാനെ കടത്തിയിട്ട് ഇങ്ങോട്ട് കടത്തി അങ്ങോട്ട് കടത്തി ചെരിച്ച് കടത്തി മലത്തി കടത്തി കാല് പൊന്തിച്ചു തല പൊന്തിച്ചു. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ കടത്തുന്നോടത്ത് ഏതോ ആവോ വരാക്കിയിട്ടില്ല. ഞാനിതും അനുഭവിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ നേതാവ് പണ്ടത്തെ കാലത്ത് വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശാരീരിക രോഗനിമിത്തം രാജിവെക്കുന്നു എന്ന് എഴുതി കൊടുത്തു. അദ്ദേഹത്തെ മരിച്ചു കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് KC അബ്ദുള്ള മൗലവി. ആ KC അബ്ദുള്ള മൗലവി അടക്കമുള്ള ആ സദസ്സിൽ എൻ്റെ അയൽപ്പക്കത്താണവർ. ഞാനവിടെ കൂടിയപ്പോൾ മുഖം തുറന്നിട്ട് വെച്ചിട്ടുണ്ട്. മുഖം തുറന്നിട്ട് ഇങ്ങനെ വെച്ച് ബാക്കിയൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ഈ ആളെ. ഞാനന്ന് ഇന്നത്തെ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയൊരു നേതാവിനോട്, ഞാൻ ഈ പേരറിഞ്ഞ അയാൾക്ക് വിഷമുണ്ടാക്കണ്ട, ഇന്നത്തെ ജമാഅത്തിലെ ഏറ്റവും വലിയൊരു നേതാവ്, അദ്ദേഹം ഒരു ഗ്രന്ഥകാരനും വലിയ ഗ്രന്ഥകാരനാണ്. അദ്ദേഹത്തിനോട് സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുഖം തുറന്നിട്ട് കടത്തരുത്, മുഖം കൂടി മൂടിയൊക്കെ കാണണ്ടോല് വേണമെങ്കിൽ എടുത്തിട്ട് മൂടിക്കോട്ടെ. അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. വേഗം അദ്ദേഹം കേസിൻ്റെ അടുത്തേക്ക് വണ്ടി, KC അബ്ദുള്ള മൗലവി പണ്ടത്തെ അമീറിൻ്റെ അടുത്തേക്ക് വണ്ടി ചെന്ന് കാതിൽ മന്ത്രിച്ച് ചോദിച്ചു. അമീർ പറഞ്ഞിരിക്കണം. ഉടനെ അദ്ദേഹം വന്നിട്ട് മുഖം മൂടി. ഞാൻ പറഞ്ഞപ്പോൾ അമീറിന് തേടിപ്പോയാൾ അമീർ പറഞ്ഞിരിക്കും മൂടി. അവിടെ മുതൽ തുടങ്ങുമ്പോൾ അത് തുറന്നിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ വന്നതാ. പിന്നെ വന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കായി മതനേതാക്കൾക്കായി എല്ലാവർക്കുമായി കണ്ടിങ്ങനെ പോണോല് വരുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും അനിവാര്യത. ഈ അനിവാര്യത അല്ലാത്ത സ്ഥലങ്ങളിലും ചിലപ്പം വരുന്നുണ്ടല്ലോ. വരുന്ന ആൾക്കാർ പോകുമ്പോൾ ഇങ്ങനെ ഒരാൾ തുറന്നു കൊടുക്കാനായിട്ട് നിൽക്കണ്ടേ. അങ്ങനെ വേണ്ടത്. ഷെയ്ഖുന ഞങ്ങൾ ഒഫാത്തായി കിടന്നപ്പോൾ ഷെയ്ഖുന ഞങ്ങൾ അങ്ങനെയാണ് കാണിച്ചത്. ഞങ്ങൾ വരുന്നവർക്ക് മുഴുവൻ തുറന്ന് കാട്ടി കൊടുക്കുന്നു. എത്രയോ ആളുകൾ നിരന്നു പോകുകയായിരുന്നില്ലേ അവിടെ, ആയിരങ്ങൾ പങ്കെടുത്ത് അവിടെ ഒന്നായിട്ട് കണ്ടുപോകുകയായിരുന്നു. പക്ഷെ ഇപ്പം അത് ഒന്നായിട്ട് മറ്റുള്ളവരെ കടത്തുന്നത് പോലെ ദർശനത്തിന് വെച്ചു എന്നാ അതിന് പറയാം. ദർശനത്തിന് വെച്ച് സംസ്കാരം അവിടെ മുതൽ പോകുന്നു. പോകട്ടെ, അവിടേക്ക് നമ്മൾ വഹാബി മുജാഹിദ് എത്തി എന്നിപ്പോൾ പറഞ്ഞിട്ടില്ല. ഇരുമ്പ് വെക്കണമൊക്കെ പോക്കാൻ തുടങ്ങുന്നുണ്ട്. താക്കോലോ ചെറിയൊരു ഇരുമ്പൊക്കെ വെക്കൂലേ, ആ എന്തിനാ ഇരുമ്പ്, എന്തിനാ മറ്റേന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഭാവിയിൽ അതും കേൾക്കും. ഇപ്പൊ ഒന്ന് പറയുന്നത് മരിച്ചോടുത്ത് ഖുർആൻ ഓതണ്ട. ആകെ മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തിൽ മുസ്ലിമീങ്ങളുടെ വേദം അവിടെ കുത്തിട്ട് ഓതുന്നതാ ഒരു വലിയ റഹ്മത്ത്. ഒന്നുമില്ലെങ്കിൽ ഖുർആൻ ഓതല്ലേ, ഖുർആൻ ഓതിനോടുത്ത റഹ്മത്തില്ലേ. ആ ഇടത്തിൽ റഹ്മത്ത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നിൽക്കുന്നുണ്ടോ, ഓതണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലണ്ട. തോന്നിയാസം പറഞ്ഞു പോയാലും തിരക്കേടില്ല, എന്തു പറഞ്ഞു പോയാലും തിരക്കേടില്ല, ദിക്ർ ചൊല്ലണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മോശം. വേറെ എന്തും പറയാം. എന്നാ വിലക്കം മുണ്ടാതെ പോണുണ്ടോ? ഒറ്റ കുട്ടി മുണ്ടാതെ പോണില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പോയാ ബിദ്അത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഖബറടക്കിയാൽ പിന്നെ നമ്മളൊന്ന് ചെയ്യുന്നത് തെൽഖീനാണ്. ഹദീസ് ഉണ്ടതിന്. ആ ഹദീസ് അനുസരിച്ച് ലോകത്തെല്ലാവരും അമൽ ചെയ്തു വരുന്നുണ്ട് എന്നൊക്കെ ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആശയ സ്രോതസ്സുകളെ പോലും വിസ്മരിച്ചുകൊണ്ട് കേരളത്തിലെ വഹാബികൾ പറയുന്നു തെൽഖീൻ ഓതാൻ പറ്റൂല, അത് വിദ്അത്താ. തസ്ബീത്ത് എന്നിട്ട് ഓൽക്കൊരു പദമുണ്ട്, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബർ അൻ ജംബി. ആരാണോട് പഠിപ്പിച്ചത്?